സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ. ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ജന്തർ മന്ദർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും CPI ചേലക്കരയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചേലക്കര ടൗൺ ചുറ്റി എലിയപ്പറ്റ ക്ഷേത്ര പരിസരത്ത് സമാപനം കുറിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPI തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ പാർട്ടികളോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 36 ദിവസങ്ങളായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആഹ്വാനം ചെയ്യാതെ ലക്ഷക്കണക്കായ ചെറുപ്പക്കാർ വളരെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ അന്വേഷിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കണം എന്നുള്ളതാണ്. സമരരംഗത്ത് കഴിഞ്ഞ 26 ദിവസമായി നിരാഹാരം അനുഷ്ഠിച്ചു വന്ന സമര പോരാളി കൂടിയായിട്ടുള്ള വാങ്ചുക്കിനെ ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കണം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. CPI ചേലക്കര മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അരുൺ കാളിയത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TP സുനിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KR സത്യൻ, പാഞ്ഞാൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P കൃഷ്ണൻകുട്ടി, ശ്രീജ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ക്രമക്കേട് നടക്കുകയും ഈ രാജ്യത്തിനകത്ത് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യ മഹാരാജ്യം വിളിക്കപ്പെടുകയാണ്. അത്തരത്തിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായി ഈ രാജ്യത്തിനകത്ത് ജന്തർ മന്ദർ നടക്കപ്പെടുന്ന വിദ്യാർത്ഥി യുവജന സമരത്തിന് നേരെ പ്രോക്കോച്ച് പാർട്ടി നടത്തപ്പെടുന്ന കക്ഷി രാഷ്ട്രീയത്തിനെതിരായി തന്നെ ഇത്തരത്തിലുള്ള സമരത്തിനെതിരായി ഈ രാജ്യത്തിനകത്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടക്കപ്പെടുന്ന സമരത്തിന് നേരെ ഈ രാജ്യത്തിനകത്ത് സംഘപരിവാര ശക്തികളുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ക്രൂരമായ മർദ്ദനം ഉപകരണങ്ങളുമായി ഉപയോഗിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പീഡനം നടത്തിക്കൊണ്ടിരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.